ഹലോ. ഇന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്ങിനെ പറ്റിയാണ്. ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം സ്പെസിഫിക്കലി ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് ആസ് വ്യൂവേഴ്സ് നമ്മളെല്ലാവരും നോക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനൽസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് തോന്നുന്നു കുക്കിംഗ് വീഡിയോസ് തന്നെയാണ്. ഐ ഹാവ് ടു സേ ദാറ്റ് ബിക്കോസ് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ കുക്കിങ്ങിൽ പ്രോ അല്ലാത്ത ആൾക്കാർ ഇപ്പം എനിക്ക് തോന്നി ഒരു ചിക്കൻ കറി വെച്ചാൽ അല്ലെങ്കിൽ ഒരു മീൻ കറി വെക്കാം അല്ലെങ്കിൽ ഒരു പനീറിൻ്റെ കറി വെക്കാം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊടി ഇന്നത്തെ കാലത്തുണ്ട് നമ്മുടെ അടുത്ത്. ഇന്നത്തെ കാലത്തെ എല്ലാ പൊടികളും നമ്മുടെ അടുത്തുണ്ട്. ചിക്കൻ പൊടി, പിന്നെ ഇൻസ്റ്റൻറ്റ് മസാല, പായസത്തിൻ്റെ കൂട്ട്, പിന്നെ അവിയൽ വെക്കാനാണെങ്കിൽ, പിന്നെ വേറെ എന്ത് സാധനമാണെങ്കിലും ഇപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാമ്പാർ പൊടി, മസാലപ്പൊടി, ഗരം മസാല, അങ്ങനെ പല പൊടികളും ഓൾറെഡി റെഡി ആയിട്ടുള്ള പൊടികൾ നമ്മുടെ അടുത്തുണ്ട്. സോ കുക്കിംഗ് ഈസ് ഈസി. പണ്ടത്തെ കാലത്തും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പുണ്ട്, അടുപ്പല്ലാത്ത ഗ്യാസ് സ്റ്റൗ ഉണ്ട്, പിന്നെ കുക്കറുണ്ട്, മിക്സി ഉണ്ട് അരയ്ക്കാൻ. അങ്ങനെയൊക്കെ ആകുമ്പം കുക്കിംഗ് ഈസ് വെരി സിമ്പിൾ അന്നത്തെ കമ്പാരിസൺ വെച്ച്. എൻ്റെ അമ്മമ്മയൊക്കെ കുക്ക് ചെയ്ത് ആ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും പേഴ്സണലി പറയുകയാണ്, കുക്കിംഗ് ഈസ് നോട്ട് മൈ തിങ്. എനിക്ക് കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഇല്ല ഇതുവരെയും. എനിക്ക് അറിഞ്ഞൂടെ ഇനി വരുമോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനത്തെ സ്നാക്സ് സാധനങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇങ്ങനെ ബജി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പക്കോട പോലത്തത്, അല്ലെങ്കിൽ സാൻഡ്വിച്ചസ്, എന്താ പറയുക, ഇപ്പോൾ സൂപ്പാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പലഹാരം എന്ന് പറയില്ലേ, എന്താ പറയുക, അവിൽ കുഴയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ, ഉപ്മാവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഇൻട്രസ്റ്റാണ്. മാഗിയൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ കുക്കിംഗ് സ്റ്റൈൽ, നമ്മളെന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ കുക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ കുക്കിംഗ് സ്റ്റൈലിൽ വേറെ കുക്കിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്കിപ്പം പ്രോ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അമ്മേനെ പോലത്തെ ഡെയിലി നമ്മളെ ഐറ്റംസ് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇവർക്ക് എന്ത് പൊട്ടത് കുട്ടിയെ, എന്താ ഇവൾ പറയുന്നത്, ഇതിലെന്തെങ്കിലും സെൻസ് ഉണ്ട്, ഇവർക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അതുകൊണ്ടല്ല, ഞാൻ കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നായിരുന്നു എൻ്റെ വിചാരം. എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് കുക്ക് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വേറെ ഡിഷസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പനീറിൻ്റെ കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, നോൺ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഡിഷസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനൊന്നും ഈ പറഞ്ഞ സ്ട്രെസ്സില്ല. അല്ലെങ്കിൽ എൻ്റെ മെയിൻ റീസൺ ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെ അറിയോ, അമ്മേനോട് ഇത് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് മനസ്സിലാവില്ല. കാരണം അമ്മ പ്രോ ആണ്, ഭയങ്കര ഹൈ ലെവൽ പ്രോ ആണ്. സോ എക്സ്പേർട്സിനോട് ബിഗിനേഴ്സിൻ്റെ ആ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്താ ഇപ്പം ഇത്ര, ഞങ്ങളും ഇങ്ങനെ തന്നെയല്ലേ പഠിച്ചത് എന്നാണ് അമ്മേൻ്റെ. അതും കുറേ കൂടി ഡിഫിക്കൽട്ട് ലെവലിൽ വെള്ളം കോരി കൊണ്ടുവരണം കിണറ്റിൽ നിന്ന്, പൈപ്പിൽ വെള്ളമില്ല, കറണ്ട് ഇല്ലാത്ത സമയം, അല്ലെങ്കിൽ അരച്ചിട്ട് അമ്മിയിൽ അരച്ചിട്ട് വേണം കൂട്ടുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അരിയാണ് തന്നെ അരച്ചെടുക്കണം മാവ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ. പിന്നെ കുക്കറില്ല, അതൊക്കെ അടുപ്പത്ത്. പിന്നെ എന്താ പറയുക, എന്താ നമ്മൾ പറയുക, ഈ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണമെങ്കിൽ ശരിക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട് അവർക്ക്. ആ ടൈമിൽ എങ്ങനെ അവർ കുക്ക് ചെയ്ത ചിക്കനും ഇതൊക്കെ അരി വേവിക്കുക, അതൊക്കെ ഡെയിലിയുള്ള സംഭവം. അതിന് മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് ഓല കത്തിച്ചിട്ട് അല്ലെങ്കിൽ വിറക് കത്തിച്ചിട്ട് തന്നെ ചെയ്യണം. സോ ആ ടൈമിലൊക്കെ അവർ ചെയ്ത ആൾക്കാരെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ സാധനം തിരിക്കുക, ഈ ഗണ്ണൊന്ന് അമർത്തുക, കുക്കറിൻ്റെ അകത്ത് സാധനം വെക്കുക, വെള്ളം ഒഴിക്കുക, 2-3 വിസിലടിക്കുമ്പോഴേക്കും ജസ്റ്റ് വിസിലിൻ്റെ കൗണ്ട് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊന്നും നോക്കണ്ട, ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്, ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മിക്സി ആണെങ്കിലും നമുക്ക് വേണ്ട സാധനം അതിനകത്ത് ഇടുക, എത്ര വേണ്ട വെച്ചാൽ തിരിക്കുക, ഇടയിൽ നിന്ന് നമുക്ക് തുറന്ന് നോക്കാൻ പറ്റും. ഇറ്റ്സ് സോ സിമ്പിൾ. അപ്പോൾ അവർക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. സോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക് ഐ ഗെസ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് ടു വാട്ട് ഐ എം സെയിങ് റൈറ്റ് നൗ. ഇഫ് യു കമ്പയർ നോൺ സൗത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് മേക്കിംഗ് പ്രിപ്പറേഷൻ, ഈ അരപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, എനിക്ക് ഇന്ന് വരെയും അതിന് എന്താ പറയുക, ഒരു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പേർട്സ് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഐ എം ഡം. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് പറഞ്ഞു തരും, നീ കഴിക്കുന്ന ഭക്ഷണമല്ലേ, അപ്പം നീ അത് ആലോചിച്ചാൽ മതി, എന്ത് സംഭവമായിരിക്കും, നീ ടേസ്റ്റ് നിനക്ക് വായിൽ വെക്കുമ്പോൾ മനസ്സിലാവില്ല, അതിൽ ഉള്ളിയുണ്ടോ ജീരകമുണ്ടോ, അല്ലെങ്കിൽ ഈ സാധനം ചേർക്കണ്ടേ, വെളുത്തുള്ളി ആഡ് ചെയ്യണോ എന്നുള്ളത് കേട്ടാൽ നിനക്ക് രുചിച്ചാൽ മനസ്സിലാവില്ല, നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവില്ല. പക്ഷേ എന്നാലും അത്രയൊക്കെ ചിന്തിച്ച് കൊണ്ടുവരണം. അണ്ടിൽ ഞാൻ ഒരു ഡിഷ് 10 പ്രാവശ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ 5 പ്രാവശ്യം ഉണ്ടാക്കി ഞാനത് എനിക്ക് എക്സ്പെർട്ട് ആയി ഇതെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എനിക്ക് പറയാമെന്നുള്ളത്.
അഗൈൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റാതെ. എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആഗ്രഹമുള്ള കാര്യമാണല്ലോ. സോ അത് ലേണിംഗ് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാനും. പിന്നെ ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് സ്വന്തം തന്നെ നമ്മൾ തലേന്ന് വരുമായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ. ഞാനങ്ങനെ അതിന് വലിയ സ്നേഹം, കുക്ക് ചെയ്യാൻ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കുക്ക് ചെയ്യാൻ അത്ര ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്കിതൊരു വരാത്തതുകൊണ്ടായിരിക്കണം ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ബട്ട് പുറമേത്തെ ഭക്ഷണ സാധനങ്ങൾ, നോൺ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഐറ്റംസിലൊന്നും ഈ അരയ്ക്കുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിൽ എന്ത് സാധനവും നിങ്ങൾ ആഡ് ചെയ്താലും ഇറ്റ്സ് ഓൾ മസാല. വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോൺ വെജിറ്റബിൾ ഐ മീൻസ് നോൺ വെജ്, അതിൽ ഫിഷ്, എഗ്, അല്ലെങ്കിൽ മുട്ട, മീൻ, പിന്നെ ഇറച്ചി ആയിക്കോട്ടെ, അത് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പനീറോ, തോഫു, അങ്ങനത്തെ പല സാധനങ്ങളും, സോയാബീനിൻ്റെ ചങ്ക്സ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഈ മസാല ഇടുക, അത് തിളപ്പിക്കുക, പുഴുങ്ങുക, വറുക്കുക, ഇതൊക്കെയുള്ള സംഭവങ്ങൾ. ഈ അരച്ചുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ സ്റ്റക്കാവുന്നൊരു പ്ലേസ്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഈസ് എ ബിഗ് ക്യാച്ച് ഫോർ മീ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനത് എനിക്ക് ആ ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ ഇന്നും ഒരു ട്രബിളാണ്. അമ്മേനോട് പറയുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കും എന്നെ, എന്ത് മണ്ടിപ്പെണ്ണാണ് ഇത്, എന്നെ ഇങ്ങനെ ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ബട്ട് ആ എൻ്റെ ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ എക്സ്ട്രാ ഇട്ടാലോ അല്ലെങ്കിൽ കുറവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ഒരു മണം, അല്ലെങ്കിൽ ആ ഒരു കറി, അല്ലെങ്കിൽ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് മുഴുവൻ നഷ്ടപ്പെടും. ടോട്ടലി വേറെ സംഭവമായി മാറും. എണ്ണ തന്നെ മാറി ഉപയോഗിച്ചോട്ടെ, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു വേറെ എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇടേണ്ട സ്ഥലത്ത് ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ നനയ്ക്കേണ്ട സ്ഥലത്ത് വെളിച്ചെണ്ണ നനയ്ക്കാതെ വേറെ എണ്ണ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഉലുവ ഇടേണ്ട സ്ഥലത്ത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പൊടി ഇട്ട് പോയാൽ കഴിഞ്ഞു. ഐ മീൻ ഡാമേജ് ഇസ് ഡൺ. സോ എനിക്കങ്ങനെ തോന്നുക സൗത്ത് ഇന്ത്യൻ ഡിഷസ് കുക്ക് ചെയ്യുന്നത് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വെൻ കമ്പയർഡ് ടു അതർ എന്താ പറയുക ഹോം മെയ്ഡ് ഫുഡ് ഐറ്റംസ് നമ്മൾ ഇന്ത്യയിൽ. വോട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്?